അങ്ങനെ ഇന്നലെ കേരളം വിധി എഴുതി കഴിഞ്ഞു. മൂന്ന് മുന്നണികളും വളരെ ശുഭപ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അതിന് മുന്നേ കെട്ടഴിഞ്ഞു വീണ BJP പ്രവർത്തകരുടെ നാടകങ്ങളുടെ ആഫ്റ്റർ എഫക്ട് ഇതുവരെ മാറിയിട്ടില്ല. ജനാധിപത്യത്തെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വോട്ട് ചെയ്യുന്നതിനായി പണം നൽകുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. അതൊടുവിൽ വലിയ ചർച്ചകൾക്കും മറ്റും വഴിവെച്ചിരുന്നു. ഇപ്പോഴിതാ ആ വിവാദം കത്തി നിൽക്കെയാണ് BJP വീണ്ടും അത്തരത്തിലുള്ള പ്രവൃത്തിയുമായി വന്നിരിക്കുന്നത്. അതായത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ BJP മണ്ഡലം ഭാരവാഹിയും സ്ഥാനാർത്ഥിയുമായിരുന്ന മുഹമ്മദ് ഷാജി വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ അത് കൈയോടെ പൊക്കുകയും ചെയ്തു. നീ പൈസ കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടടാ, BJPക്ക് വോട്ട് പിടിക്കാൻ വന്നതാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് പൊതുജനം മുഹമ്മദ് ഷാജിയെ വളഞ്ഞത്. ആശയങ്ങൾ പറയാതെ കറൻസികൾ ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്ന ഏർപ്പാടാണ് നാട്ടുകാർ കൈയോടെ പൊക്കിയത്. വോട്ടെടുപ്പ് ദിവസം പോലും ഇത്തരം നീചമായ നീക്കങ്ങൾ നടത്തുന്ന BJPയുടെ രാഷ്ട്രീയ സംസ്കാരം എത്രത്തോളം അധപതിച്ചു എന്നുള്ളതിന്റെ തെളിവാണിത്. ഏതായാലും പണം നൽകാൻ വന്ന BJP പ്രവർത്തകരെ നാട്ടുകാർ വളയുന്നതിന് ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. എന്നാ പരിപാടി എന്നാ പരിപാടി പൈസ കൊടുക്കാൻ വേണ്ടി യാത്ര പൈസ കൊടുക്കാൻ പറ്റുന്നു. താൻ BJPക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി കാശ് കൊടുക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ കാശ് കൊടുത്തില്ലല്ലേ? നിങ്ങൾ താഴെ ഞങ്ങളുടെ കാശ് കൊടുത്ത സ്റ്റേജുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ പോയിട്ടില്ലെന്നോ? വേറെ ഒന്നും പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പൊ എന്നെ എടുത്തു കൊടുത്ത് മൊത്തം വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നെ കാണിച്ചെന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അവര് പറയുന്ന നിങ്ങൾ പൈസ നിനക്കെന്നെ ഇവിടെ കാര്യം രാത്രിയില് ഇവിടെ എന്നെ കാര്യം പോകാൻ പറ്റേ, അവിടെ നിൽക്കാം, പോകാൻ പറ്റേ, കഴിഞ്ഞു പോയാൽ മതി. ഞങ്ങളെ തെളിവായി ഞങ്ങളുടെ ഇരിപ്പുണ്ട്, നോക്ക്, പൈസ എടുത്ത് കൊടുത്താൽ നോക്ക്. ഉണ്ട്. ഉണ്ടെങ്കിലേ ബാക്കി നിങ്ങളെ കോപ്പനൊന്ന് ഉണ്ടാക്കുന്നത് കാണണം. നിങ്ങളെ താഴെ കൊണ്ടാ പൈസ കൊടുത്തിരിക്കുന്നു. അവര് തന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് എത്ര രൂപ കിട്ടിയെന്നൊക്കെ തെളിവ് നിങ്ങൾ കാണിക്കാം. അവര് മേടിക്കുന്ന വേറെ വീട്ടിൽ നിന്ന് എടുത്തു ആ മുറി ഇരുന്ന പെണ്ണെടുത്ത് കാണിച്ച് ഞങ്ങളെ കാണിക്കാം. നിങ്ങൾ ഇമ്മാന്നും പോകല, നിങ്ങൾ പൈസ വോട്ട് പിടിക്കാൻ ഞങ്ങൾ പൊട്ടനാണോ നോക്കും. അതെടുത്ത് നമുക്ക് നാളെ തന്നെ മണി കൊടുക്കാം. നിങ്ങളെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോഴേ മകളും പിള്ളേരും അവിടെയൊക്കെ ഉണ്ട്, നല്ല സൂപ്പറായിട്ട് പടം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എവിടേക്ക് കൊടുത്തെന്ന് അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. ചുമ്മാ വന്നാ അത് ശരി. എടുത്തു കഴിഞ്ഞാലേ ഇനി പോകാൻ മേലായിരുന്നു. നീ പോകാൻ മേലെ ബാക്കി ഞങ്ങൾ ചെയ്യുക. ചെല്ലേര് പിടിയും ചെല്ലും. കേട്ടോ.